Hello friends, welcome to HSC UG PG Maths World. അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഇന്നലെ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പറയാം, എന്നിട്ട് അത് സോൾവ് ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: consider the statement P of n equal to 9 raised to n minus 1. 9 raised to n minus 1 is a multiple of 8 where n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: is p of 1 is true? Second question: assuming p of k is true, so that P of k plus 1 is true. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാം. അതായത് കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് P of n is equal to 9 raised to n minus 1 is a multiple of 8 where n element of n. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമല്ല, P of n എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 9 raised to n minus 1 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഈസ് P of 1 is true? n ന് 1 കൊടുത്താൽ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാകുമോ എന്ന് ചെക്ക് ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: അസ്യൂമിങ് P of k is true. P of k ട്രൂ ആണ് നമ്മൾ വിശ്വസിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഷോ ദാറ്റ് P of k plus 1 is true. P of k plus 1 ശരിയാണെന്ന് നമ്മൾ തെളിയിക്കണം. അതായത് P of k plus 1 P of k ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് P of k plus 1 ശരിയാണെന്ന് തെളിയിക്കണം. ഒരു കാര്യം ആലോചിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഫസ്റ്റ് അത് വായിച്ച് അത് മനസ്സിലാക്കണം. അതിനുശേഷമേ എഴുതാവൂ, ആൻസേഴ്സ് ചെയ്യാവൂ. അപ്പൊ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാം. അപ്പൊ ആൻസർ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ തന്നിട്ടുണ്ട് P of n എന്ന് പറഞ്ഞ സാധനം ഈക്വൽ ടു, അല്ലെ രണ്ട് കുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, 9 raised to n minus 1 is a multiple of 8 എന്നാ പറയുന്നത്. ഓക്കെ അല്ലേ? തന്ന കാര്യം കൊണ്ട് എടുത്തെഴുതിയതേ ഉള്ളൂ. അതിനുശേഷം P of 1 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. P of 1 എന്ന് പറയുന്നത് 9 raised to 1 minus 1 എന്താണ്? 9 raised to 1 എത്ര? 9 ആണ്. 9 minus 1 is equal to 8. 8 എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. 8 is a multiple of 8. 8ന്റെ തന്നെ ഒരു ഗുണിതമാണ്. 8 is a multiple of 8. അത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ P of 1 എന്താണെന്ന് മനസ്സിലായി. P of 1 is true. ഓക്കെ ആണ്. ഇത്രയും കാര്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ എഴുതുകയാണ്. അതായത് assume that P of k is true for some natural number k. ഏതോ ഒരു നാച്ചുറൽ നമ്പർ kക്ക് P of k ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ P of k plus 1 ആണ് കാണുന്നത്. P of k plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 9 raised to n minus 1 ആണ് തന്നിരിക്കുന്നത്. അതിന്റെ n-ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. 9 raised to k plus 1 minus 1 എന്ന് കൊടുത്തു. ഇതെന്താണെന്ന് തെളിയിക്കണം? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് തെളിയിക്കണം. ഓക്കെ ആണോ? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് തെളിയിക്കണം. അപ്പൊ 9 raised to k plus 1 എനിക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം 9 raised to k plus 1. 9 raised to k plus 1 എങ്ങനെ എഴുതാം? 9 raised to k into 9 എന്ന് എഴുതാവോ? മറ്റേ അതേപോലെ -1 എഴുതി. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോണം. ഇനി ചെയ്യാൻ പോകുന്ന കാര്യം 9 raised to k into 9 ഞാൻ എങ്ങനെ എഴുതുന്നു വെച്ചാൽ 8 plus 1 എന്ന് എഴുതുക. ഓക്കെ ആണോ? 8 plus 1 minus 1. ഇനി ശ്രദ്ധിച്ചേ,
ഇതിനകത്തോട്ട് കൊടുത്തു കഴിയുമ്പോൾ 9k into 8 plus 9k minus 1. P of k എന്താ നമുക്കറിയാം. P of k ട്രൂ ആണ് നമ്മൾ വിശ്വസിച്ചിരിക്കുക. P of k എന്താ 9k minus 1. ഇതെന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് P of k ആണ്. P of k എന്താണെന്നറിയാം, മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8 into 9k, 8 എന്ന് പറഞ്ഞ ഒരു നമ്പറിന് 9k കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ആ നമ്പറും ഗുണിച്ചിട്ട് കിട്ടുന്ന നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അതായത് ഇതൊരു മൾട്ടിപ്പിൾ, എം എന്ന് ഞാൻ സിമ്പിൾ കൊടുക്കുക, മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതും മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ? ഓക്കെ അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ നമുക്ക് കിട്ടി മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് രണ്ടും എന്ന് കിട്ടി. അപ്പൊ ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്, ഇത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അങ്ങനെ അതിന്റെ സമ്മും മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കും. അതായത് P of k plus 1 എന്ന് പറയുന്നത് 9k plus 1 minus 1 ആണ്. അതെന്താണെന്ന് കിട്ടി? ഈസ് ആൾസോ എ മൾട്ടിപ്പിൾ, അല്ലെ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 8 അത് നമുക്ക് കിട്ടി. ക്ലിയർ ആണെന്നോ ഞാൻ പറയുന്നത്? അതായത് നമ്മൾ ചെയ്ത വഴികൾ ആലോചിച്ചോണം. നമുക്ക് P of n എന്ന് പറഞ്ഞ തന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് 9n minus 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ്. P of 1 ശരിയാണെന്ന് ട്രൂ തെളിയിച്ചു. P of 1 ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു. അതിനുശേഷം P of k ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. P of k plus 1 എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. P of k plus 1 എന്ന് പറയുന്നത് n ന്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക, 9k plus 1 minus 1. ഈ k plus 1 9k plus 1 9k into 9 എന്ന് കൊടുക്കാം. അതിനുശേഷം ഈ 9 8 plus 1 എന്ന് എഴുതാം. അതിനുശേഷം അകത്തോട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലായി 9k into 8 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. 9k minus 1 എന്ന് പറയുന്നത് P of k ആണ്. P of k എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 8 ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. രണ്ട് മൾട്ടിപ്പിൾ ഓഫ് 8 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ സമ്മും മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അപ്പൊ P of k plus 1 എന്ന് വെച്ചാൽ P of k plus 1 എന്ന് പറയുന്നത് 9k plus 1 minus 1 എന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടി. ഇനി നമ്മൾ അവസാനം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങ് എഴുതിയേക്കണം. എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P of n is true for all n element of n. അതായത് ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും P of n ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇത്ര ഉള്ള കാര്യം. ഇതാണ് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞത്. സിമ്പിൾ ആണ്, മറ്റേതുപോലെ തന്നെ സിമ്പിൾ ആണ്. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Next question. Consider the statement seven n minus 3n is divisible by 4. First question. Verify the result for n is equal to 2. Second question. Prove the statement using mathematical induction. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന ചോദ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അതായത് കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് 7n minus 3n is divisible by 4. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വേറെ ഒന്നുമല്ല, 7n minus 3n എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. വെരിഫൈ ദ റിസൾട്ട് ഫോർ n is equal to 2. n 2 ആവുന്ന കേസിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നമ്മൾ തെളിയിക്കണം, വെരിഫൈ ചെയ്യണം.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദ സ്റ്റേറ്റ്മെന്റ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അതേപോലെ എഴുതി. പി ഓഫ് എൻ എന്ന് പറയുന്നത് 7 raised to n minus 3 raised to n is divisible by 4. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നോക്കാൻ പി ഓഫ് 2 കൊടുക്കുകയാണ്. പി ഓഫ് 2 എന്താ? 7 raised to 2 minus 3 raised to 2 which is equal to 49 minus 9. ഇത്ര ഓക്കെ അല്ലേ? അതായത് 7 square minus 3 square which is equal to 49 minus 9 which is equal to 40. 40 is divisible by 4. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 40 നമുക്ക് 40, അതായത് 40 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഡിവിസിബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അറിയാവുന്ന കാര്യമാണ്. അതായത് പി ഓഫ് 2 എന്ന് പറയുന്നത് എന്തായി? പി ഓഫ് 2 ഈസ് ട്രൂ. അപ്പൊ നമ്മൾ വെരിഫൈ ചെയ്ത് ആ റിസൾട്ട് ട്രൂ എന്ന് മനസ്സിലായി. പി ഓഫ് 2 എടുത്തപ്പോൾ, അതായത് എന്നിന്റെ സ്ഥാനത്ത് 2 എടുത്തപ്പോൾ ഈ റിസൾട്ട് ശരിയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പ്രൂവ് ദ സ്റ്റേറ്റ്മെന്റ് യൂസിങ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ്മെന്റ്, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ. അതായത് നമ്മൾ രണ്ടാമത്തെ കേസാണ് പ്രൂവ് ചെയ്തത്. ഇനി ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതിന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നു. വേറൊന്നുമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. പി ഓഫ് 1 കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? പി ഓഫ് 1 എന്ന് കണ്ടുപിടിച്ചേ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണത്. പി ഓഫ് 1 കണ്ടുപിടിക്കാൻ നേരത്ത് 7 raised to n ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുന്നു. 3 raised to 1 which is equal to 7 minus 3 equal to 4. ഓക്കെ ആണ് ഇത്രയും. which is divisible by 4 is divisible by 4. ഉറപ്പല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ പി ഓഫ് 1 എന്താണെന്ന് മനസ്സിലായി. പി ഓഫ് 1 ട്രൂ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. എന്നിട്ട് പി ഓഫ് കെ പ്ലസ് 1 ശരിയാണെന്ന് തെളിയിക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ ചെയ്യുകയാണ്. അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ എന്താണ്? ട്രൂ ആണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പൊ പി ഓഫ് കെ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പി ഓഫ് കെ എന്ന് പറയുന്നത് 7 raised to k minus 3 raised to k is divisible by 4. അതായത് 7 raised to k minus 3 raised to k divisible by 4 ആണ്. for some natural number k. അതറിയാവുന്ന കാര്യമാണ്. അത് ശരിയാണ് നമ്മൾ വിശ്വസിക്കുന്നു. then p of k plus 1 എടുക്കുകയാണ്. p of k plus 1 which is equal to 7 raised to k plus 1 minus 3 raised to k plus 1. ഇത് നമുക്ക് എന്താണെന്ന് തെളിയിക്കണം? ഡിവിസിബിൾ ബൈ 4 ആണെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 7 raised to k plus 1 എങ്ങനെ എഴുതാം? 7 raised to k into 7. ഓക്കെ ആണോ? മൈനസ് 3 raised to k into 3. ഇത്രയും ഓക്കെ അല്ലേ? which is equal to 7 raised to k into 7 മൈനസ്, ശ്രദ്ധിച്ചോണേ ചെയ്യുന്ന, 3 raised to k into 7 plus 3 raised to k into 7 minus 3 raised to k into 3. ഞാൻ ചെയ്ത വേറെ ഒന്നുമല്ല. 7 raised to k into 7 minus 3 raised to k into 3 ക്കകത്തോട്ട് ഒരു minus 3 raised to k into 7 plus 3 raised to k into 7. വേറെ ഒന്നും ചെയ്തില്ല. ഒരു 3 raised to k into 7 കൊണ്ട് ആഡ് ചെയ്യുകയും ചെയ്തു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. സിമ്പിൾ ആയി പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമുക്ക് രണ്ടടുത്തുനിന്നും 7 കോമൺ ആയിട്ട് എടുക്കാം. 7 കോമൺ ആയിട്ട് എടുത്താൽ നോക്കിയേ, 7 into 7 raised to k minus 3 raised to k plus ഇവിടെ നിന്ന് നമുക്ക് 3 raised to k കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 7 minus 3 എന്ന് എഴുതാം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കണം. ഈ സ്റ്റേറ്റ്മെന്റ് 7 raised to k minus 3 raised to k is divisible by 4 എന്ന് p of k യിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഓക്കെ ആണോ? ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ തന്നിരിക്കുന്നത് 7 into p of k അല്ലേ?
പ്ലസ് 3 raised to k into 7 minus 3 എത്ര 4 ആണ്. 4 into 3 raised to k. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പി ഓഫ് കെ പ്ലസ് വൺ എന്തായി? പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഡിവിസിബിൾ ബൈ 4 ആണ്, സെക്കൻഡ് ടൈം ഡിവിസിബിൾ ബൈ 4 ആണ്. കാരണം ഇത് 4 ഒരു ഗുണിതമായിട്ട് വരിക, 4 into 3 raised to k. അപ്പൊ ഇതും ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പം രണ്ട് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിന്റെ സമ്മും എന്തായി മാറും? ഡിവിസിബിൾ ബൈ 4 ആയി മാറും. 4 ആയി മാറും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് വൺ ഈസ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് എന്ത് കിട്ടി? ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ, പി ഓഫ് എൻ എന്താന്ന് കിട്ടി? പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ എന്ന് നമുക്ക് കിട്ടി. വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4. അത് പി ഓഫ് 2 ശരിയാണെന്ന് നോക്കാൻ പറഞ്ഞു. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് തെളിയിക്കാൻ നമ്മൾ പി ഓഫ് 2 ട്രൂ ആണെന്ന് തെളിയിച്ചു. അതിനുശേഷം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് പി ഓഫ് 1 തെളിയിച്ചു. പി ഓഫ് കെക്ക് നമ്മൾ ട്രൂ ആണെന്ന് വിശ്വസിച്ചു. കെ പ്ലസ് വണ്ണിന്, പി ഓഫ് കെ പ്ലസ് വണ്ണിന് ശരിയാണെന്ന് തെളിയിച്ചു. മനസ്സിലായോ? അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കാരണം വീഡിയോ ലെങ്ത് കൂടി കഴിഞ്ഞാൽ കാണുന്ന കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ ഓൺലൈൻ ക്ലാസ് തന്നെ കാണുന്നത്. അപ്പൊ എല്ലാ ഓൺലൈൻ ക്ലാസ്സിനൊപ്പം തന്നെ ഈ വീഡിയോസും കാണാൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടൈം, അതായത് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പാവും. അതുകൊണ്ട് വീഡിയോസിന് ലെങ്ത് കൂട്ടുന്നില്ല. അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് നിങ്ങൾ മാക്സിമം ചെയ്യുക. കാരണം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിങ് ഇല്ലെങ്കിൽ ഈ വീഡിയോ ദിവസം അപ്ലോഡ് ചെയ്ത് നടക്കില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക മാക്സിമം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. താങ്ക് യു.